കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സെപ്റ്റിക് ടാങ്കിലൂടെയുള്ള മാലിന്യം തൊട്ടടുത്തുള്ള ഓവുചാലിലൂടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഗുരുതരമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് തുറന്നുവിട്ട് സമീപത്തുള്ള ഓവുചാലിലൂടെ തുറന്നുവിടുകയും അത് ഇടവഴികളിലൂടെ ജനങ്ങളുടെ വീടുകളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പറമ്പുകളിലേക്കൊക്കെ വ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായി നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. എന്തായാലും ഒരു ഗുരുതരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ എത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകുന്ന മാലിന്യങ്ങളുടെ കൂടുതൽ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. എന്തായാലും ഗുരുതരമായ കാര്യമാണ്, ഗുരുതരമായ ഒരു അനാസ്ഥയാണ് സ്കൂൾ അധികൃതർക്കും ആരോഗ്യ വിഭാഗം പഞ്ചായത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗത്തിനും ഈ വിഷയത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ആ കാണുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മനുഷ്യമലം ഉൾപ്പെടെയുള്ള വിസർജ്യ വസ്തുക്കൾ ഒഴുകി തൊട്ടടുത്തിട്ടുള്ള ഓവുചാലിലൂടെ ഒഴുകി ജനങ്ങൾ താമസിക്കുന്ന വീടുകളുടെ പുറകുവശത്തോടു കൂടിയും വീടുകളുടെ മുറ്റത്തൂടെയൊക്കെ ഒഴുകിപ്പോകുന്നത്. നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിരവധി തവണ പരാതി അറിയിച്ചിട്ടും സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന ഈ കറുത്ത നിറത്തിൽ കാണുന്നതൊക്കെ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത് അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ആരോഗ്യം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് സ്കൂൾ അധികൃതരുടെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളത്. നിയമവ്യവസ്ഥയോടുള്ള നാട്ടുകാരോടുള്ള പരസ്യമായിട്ടുള്ള സ്കൂൾ മാനേജറുടെയും സ്കൂൾ അധികൃതരുടെയും ഒരു വെല്ലുവിളി കൂടിയാണ്. ഇതിനകത്ത് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ്. അവിടെയാണ് ആ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത്. ആ ഒഴുകിയെത്തുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുറകുവശത്തായി വീടുകളുണ്ട്. കക്കൂസ് മാലിന്യം തന്നെയാണ് ഇതിലൂടെ ഓവിലൂടെ ഒലിച്ചു പോക്കതിനും. എന്നിട്ട് നമ്മൾ പ്രാവശ്യവും പറഞ്ഞ് എന്നിട്ട് അതിനൊന്നും ഒരു പരിഹാരവും ചെയ്തിട്ടില്ല. മണം ഭയങ്കര മണം. ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയാണ്. പ്രദേശവാസികൾക്കെല്ലാം വലിയ തോതിലൊരു ബുദ്ധിമുട്ടാണ്. പരാതികൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും എല്ലാം പരാതി വ്യാപകമായി ഉയരുന്ന ഘട്ടത്തിൽ ഇതിനൊരു താൽക്കാലിക പരിഹാരമെന്ന് ഈ മാനേജർ കണ്ടെത്തിയതാണ്. അതായത് ഈ സെപ്റ്റിക് ടാങ്കിന് ചുറ്റും മണ്ണ് കൊണ്ടിട്ട് ഈ പരാതി പരിഹരിക്കുക, അല്ലാതെ ഇതിനകത്തൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം, ഇതിൻ്റെ ഗൗരവം ഇത് അത്രമാത്രം നിസ്സാരമായാണ് ഇവർ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. ഭയങ്കരമാണോ ആ കുഞ്ഞുമോ ഇതാ നമ്മളെ എൻ്റെ മോളെ മോനിതാ പുറത്ത് വിടലേ ഇല്ല ഇങ്ങോട്ടേക്ക്. ഓവുചാലിലൂടെ ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ ഇതുവഴിയുള്ള ഒരു ഇടവഴിയിലേക്കാണ് വന്നു ചേരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രയും അധികം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത്. 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൽ നിന്നും അത്രയധികം വിദ്യാർത്ഥികളുടെ വിസർജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ തോട് വഴിയൊക്കെ ഈ ഇടവഴിയൊക്കെ ഒഴുക്കിവിടുമ്പോൾ നാട്ടുകാർ പരാതി അറിയിച്ചപ്പോൾ ഉടനടി പരിഹാരമുണ്ടാവുന്നതാണ്. പക്ഷേ ഈ അധികാരികൾ ഇതിനകത്ത് കുലുക്കമില്ലാത്തൊരു സ്ഥിതിയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനകത്ത് കാര്യമായ തോതിലുള്ള ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അവർ ആലോചിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്ചിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഗലിയാൾ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.